പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടുവാൻ അങ്ങ് നൽകിയ ഈ അവസരത്തെ ഓർത്ത് കർത്താവേ, അങ്ങേക്ക് നന്ദി പറഞ്ഞ് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കർത്താവേ, കരുണയുടെ തിരുമണിക്കൂറിൽ അങ്ങ് ലോകത്തിനുമേൽ കരുണ വർഷിക്കുവാനായി വളരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഈ 3 മണി സമയം കർത്താവേ, ലോകം മുഴുവനും മേൽ കരുണ വർഷിക്കപ്പെടുന്ന ഈ മണിക്കൂറിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അങ്ങ് നൽകുന്ന കൃപയെ ഓർത്ത് നന്ദി പറഞ്ഞ് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധമായ അൾത്താരയിൽ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന ആരാധന. ലോകം മുഴുവൻ കാത്തു പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൺമുമ്പിൽ അൾത്താരയിൽ നമുക്ക് ഈശോയെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ശാന്തമായ ഹൃദയത്തോടെ ആയിരിക്കാം. എളിമയുള്ള നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ദൈവം ആയിരിക്കുവാൻ നൽകിയ അവസരത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഈ മണിക്കൂറിൽ ഞങ്ങളുടെ ആകുലതകളിലും അസ്വസ്ഥതകളിലും നീ ഇടപെടണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. കർത്താവേ, വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്വയ ആരാധന ആരാധന. വചനത്തിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമുക്കൊരു വചനം ശ്രവിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാം തിരുവചനം. വചനം ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. ഇത് കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും പലവിധ പ്രശ്നങ്ങളിലും ആകുലതകളിലുമൊക്കെ പെട്ട് കഴിയുന്നവരുണ്ടാവാം. പ്രത്യേകിച്ച് ഈ കരുണയുടെ ശുശ്രൂഷയിൽ ഒരുപാട് നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പലവിധ മേഖലകളിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന ദൈവജനം. യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യം, ദൈവമക്കൾ എന്ന സ്വാതന്ത്ര്യം പരിപൂർണതയിൽ അനുഭവിക്കുവാൻ സാധിക്കാതെ അസ്വസ്ഥതയിലും ആകുലതയിലും കഴിയുന്ന മക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അത് പിശാച് നമ്മളെ ചില മേഖലയിൽ ചില അടിമത്തത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ദൈവം നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്, നിന്നെ ഉപദ്രവിക്കാൻ പിശാചുണ്ടാക്കിയ ഒരു ആയുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. നമുക്കറിയാം, ജോലി മേഖലയിൽ തടസ്സം അനുഭവിക്കുന്ന മക്കളുണ്ടാവാം, വിവാഹ മേഖലയിൽ തടസ്സമുള്ളവരുണ്ടാവാം, കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടാവാം, അങ്ങനെ പലവിധ രോഗങ്ങളെ മൂലം അസ്വസ്ഥത അനുഭവിക്കുന്ന മക്കളുണ്ടാവാം. പരിപൂർണമായൊരു സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്നൊരു വചനമാണ്, നിനക്ക് എതിരായിട്ട്, അതായത് നിന്നെ ഉപദ്രവിക്കുവാൻ പിശാച് എന്ത് കെണിയൊരുക്കിയോ ഏതായുധം ഒരുക്കിയോ അത് ഫലപ്രദമാവുകയില്ലെന്ന് വചനത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വചനത്തിൻ്റെ ഒരു അഭിഷേകം ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ഈ കരുണയുടെ മണിക്കൂർ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ വചനം പറയുകയാണ്, നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. ഇത് ശരിയാവില്ലെന്ന് പറയുന്നവരുണ്ടാവാം,
ഈ പ്രശ്നം മാറുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ വചനം പറയുകയാണ്, നിനക്കെതിരെ ആരെന്ത് പറഞ്ഞോ ആ നാവുകളെ നീ ഖണ്ഡിക്കും. കാരണം കർത്താവിൻ്റെ ദാസരുടെ പൈതൃകം ഒരു അഭിഷേകമുള്ള ജീവിതമാണെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെയോ ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ കർത്താവിലേക്ക് തിരിയണമെന്നാണ് വചനം പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം എഴുതി വെക്കുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നമ്മൾ വിചാരിക്കല് നമ്മൾ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളാണെന്ന് മാത്രം നമ്മൾ വിചാരിക്കല്. നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണമെന്ന് ദൈവം അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, പുത്രൻ, അതായത് പുത്രനായ ഈശോ മിശിഹ നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുമെന്ന് യോഹന്നാൻ ശ്ലീഹായിലൂടെ വചനം എഴുതി വച്ചിരിക്കുകയാണ്. ആ ഒരു ബോധ്യം നമ്മൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മറ്റു പല വചനഭാഗങ്ങളിലും നമുക്ക് ഈ ഒരു സന്ദേശം ദൈവം നൽകുന്നുണ്ട്. യഥാർത്ഥമായ സന്തോഷവും സ്വാതന്ത്ര്യവും ദൈവമക്കൾ അനുഭവിക്കണമെന്ന് ദൈവം അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ വളരെ വ്യക്തമായി റോമായിലെ സഭയ്ക്ക് എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്നത്. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ നമ്മളെ സഹായിക്കുന്നത്, നമ്മളെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനത്തിനായിട്ട് നമുക്ക് ഈ കരുണയുടെ മണിക്കൂറിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്നത്തെ സുവിശേഷം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊന്ന് ധ്യാനിക്കാം. സുവിശേഷത്തിൽ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായമാണ് ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. 13-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാശം. ചില തിരിച്ചറിവുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മൾ നശിക്കുമെന്നാണ് വചനം പറയുന്നത്. അതിന് ദൈവവചനം പറയുന്ന 1-2 ഉദാഹരണം എന്ന് പറയുന്നത്, ഗലീലിയക്കാരായ 2-3 പേര് കൊല്ലപ്പെട്ട അനുഭവം വചനം പങ്കുവെക്കുന്നത് എങ്ങനെയാണ്. അവർ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോയ അവരെ പന്തിയോസ് പീലാത്തോസ് അവരെ വധിക്കുന്നതായിട്ട് വചനം പറയുന്നുണ്ട്. അതായത് അവർ ബലിയർപ്പിക്കാൻ പോയ മക്കൾ വധിക്കപ്പെടുന്നു. നമുക്കറിയാം, നമ്മൾ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ചില അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാറുണ്ട്. ചിലതിൻ്റെ കാരണങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിലായിരുന്ന് ചില അസ്വസ്ഥതകളുടെ കാരണം നമ്മൾ ദൈവത്തോട് തന്നെ ചോദിക്കേണ്ടത്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുമെന്ന് 33-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ വചനം എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിഗൂഢമായ രഹസ്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി തരും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പിന്നെ നമ്മൾ കാണുന്നത്, വചനത്തിൽ കാണുന്നത്, സീലോഹ ഗോപുരം തകർക്കപ്പെട്ട് മരണപ്പെട്ട കുറേ ആൾക്കാരെയാണ്. ആദ്യത്തെ ആൾക്കാർ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോയ കുറേ ആൾക്കാർ മരണപ്പെടുന്നു. രണ്ടാമത് സീലോഹ ഗോപുരം, അത് അവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വചനം പറയുന്നില്ല. 2 കൂട്ടരുടെ മരണത്തെയാണ് ഇവിടെ വചനം സൂചിപ്പിക്കുന്നത്. തുടർന്ന് വചനം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അതുപോലെ മരിക്കും. തുടർന്ന് വചനം നമ്മളെ ഒരു ഉപമയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ വചനം നമ്മളെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചില ബോധ്യങ്ങൾ നമുക്കുണ്ടാവേണ്ടതെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് തുടർന്നുള്ള വചനഭാഗത്ത് പറയുന്നത് ഒരു അത്തിമരത്തിൻ്റെ ഉപമയാണ്. ഒരു സാധാരണ മരമായ അത്തിമരം. പക്ഷേ ഇവിടെ കൃഷിക്കാരൻ ഈ അത്തിമരം നടുന്നത് മുന്തിരി ചെടികളുടെ നടുവിലാണ്. നമ്മളെക്കുറിച്ച് തന്നെ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യം. കാരണം അത്തിമരം എന്ന് പറയുന്നത് ഒരു സാധാരണ വൃക്ഷമാണ്. വേണ്ടത്ര പരിചരണം ലഭിച്ചില്ലെങ്കിലും അത് വളരുന്ന ഒരു വൃക്ഷം. പക്ഷേ മുന്തിരിച്ചെടി അങ്ങനെയല്ല, വളരെ പരിചരണം ആവശ്യമുള്ള ഒരു ചെടി. അപ്പോൾ നമ്മൾ ആലോചിക്കണം, മുന്തിരിച്ചെടിക്ക് നടുവിൽ ഒരു അത്തിവൃക്ഷം നടുമ്പം എത്രമാത്രം കരുതൽ ആ കൃഷിക്കാരൻ ആ അത്തിമരത്തിന് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതം. നമ്മൾ അർഹിക്കുന്നതായിരിക്കില്ല ഒരുപക്ഷെ ലഭിക്കുന്നത്. അതിലും കൂടുതലൊരു പരിചരണം തന്ന് ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നതിൻ്റെ ഒരു ഉപമയാണ് ഇവിടെ പറയുന്നത്. മുന്തിരി ചെടികൾക്കിടയിൽ നട്ട ഒരു അത്തിവൃക്ഷമാണ്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല നമുക്കിത് ലഭിച്ചത്.
ദൈവം നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ആ ഒരു ദൗത്യം, ആ ഒരു വിളി നമുക്ക് നൽകി. അപ്പോൾ ആ ഒരു പരിചരണം നമുക്ക് ലഭിക്കുകയാണ്. തുറന്ന് വചനം പറയുകയാണ്, 3 വർഷം ഫലമന്വേഷിച്ച് ഈ കൃഷിക്കാരൻ വരുന്നുണ്ട്. ഇതിൻ്റെ യജമാനം വരും 3 വർഷം ഫലമന്വേഷിച്ച്. 3 വർഷമായിട്ടും ഫലമൊന്നും നൽകാത്തപ്പോൾ ഇതിൻ്റെ യജമാനം പറയുന്നുണ്ട്, എന്തിനാണ് നിലം വ്യർത്ഥമാക്കുന്നത്, ഇത് വെട്ടിക്കളഞ്ഞുകൂടെ. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ജീവിക്കാത്ത ചില സാഹചര്യങ്ങളിലും നമുക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഇതിന് തൊട്ട് മുമ്പ് 2 പ്രാവശ്യം വചനം പറയുന്നത്, ബലിയർപ്പിക്കാൻ പോയവർ മരണപ്പെട്ടു, സീലോഹ ഗോപുരം തകർന്നു മരണപ്പെട്ടു. പക്ഷേ 3-ാമത്തെ ഭാഗത്ത് പറയുന്നത് വളരെ പരിചരണം ലഭിക്കുന്ന ഒരു അത്തിമരത്തെക്കുറിച്ചാണ്. അപ്പം ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അപ്പം നമ്മൾ ഓരോ വചന ശുശ്രൂഷയും പശ്ചാത്താപത്തിലേക്ക് നമ്മളെ നയിക്കണമെന്നാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ സെഹിയോനൂട്ടുശാലയിൽ പ്രാർത്ഥനാനിരതരായിരുന്ന പരിശുദ്ധ അമ്മയുടെയും ശിഷ്യന്മാരുടെയും മേൽ ആത്മാവ് വന്നതിന് ശേഷം പത്രോസ് മാളിക മുകളിൽ കയറി അവരോട് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും പറയുമ്പം ആ ജനത ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹൃദയം നുറുങ്ങി ദൈവജനം, ആ ജനം പത്രോസിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞ ഉത്തരം ഇതാണ്, നിങ്ങൾ അനുതപിച്ച് പാപമോചനത്തിനായി യേശു ക്രിസ്തുവിൽ സ്നാനം നേടുക, അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കും. നമ്മൾ ഏതെങ്കിലും മേഖലയിൽ അനുതാപം ആവശ്യമുള്ളവരാണോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം. നമ്മുടെ ഏതെങ്കിലും പശ്ചാത്തപിക്കാത്ത പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ഒരു മേഖല ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും തുറക്കപ്പെടാത്തതുണ്ടെങ്കിൽ, ചില മേഖലകൾ നമ്മൾ അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ എന്തെങ്കിലും കുറവുകൾ കൊണ്ടാണെങ്കിൽ, ഈശോയെ ആ മേഖല നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ആ മേഖല ഈ കരുണയുടെ മണിക്കൂർ തിരുസന്നിധിയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ വളരെ വ്യക്തമായി 12-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ. നമ്മൾ പുറത്തും കൂടെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് മാത്രം പോരാ, മനസ്സ് നവീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ തുടർന്ന് വചനം പറയുകയാണ്, അങ്ങനെയെങ്കിൽ ദൈവത്തിന് പ്രീതികരമായതും ദൈവഹിതം എന്തെന്നും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. ആ ഒരു കൃപ നമുക്കുണ്ടാവാൻ വേണ്ടി ഈ കരുണയുടെ മണിക്കൂർ നമുക്ക് വളരെ പ്രത്യേകമായി ഈശോയുടെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ടൊരുങ്ങുമ്പം ഈ കരുണയുടെ തിരുമണിക്കൂറിൽ വളരെ പ്രത്യേകമായി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. മുന്തിരി ചെടികൾക്ക് നടുവിൽ നട്ട അത്തിമരം പോലെ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ സ്നാപക യോഹന്നാൻ്റെ പ്രഭാഷണത്തിൽ വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ആ ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന